നമസ്കാരം. നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ നമ്പർ 1111 ആണ്. രണ്ടാമത്തേതായ നമ്പർ 8888 ആകുന്നു. ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമമോ അല്ലെങ്കിൽ ഓം ക്രീം കാളി എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തൊഴിൽപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രതികൂലമായിരുന്നതായ ചില കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഇവർക്ക് സാധിക്കും. അത് ശമ്പളവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും തൊഴിൽ മാറ്റമോ തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ആ ദുഃഖങ്ങൾ, ആകുലതകൾ പരിഹരിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുകയും പങ്കാളിയുമായുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കാര്യങ്ങൾ അനുകൂലമായി തീരാം. വലിയ ആപത്ത് തന്നെ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാരണം ഈശ്വരാധീനം നിങ്ങളിൽ വിളങ്ങുന്നതായ സമയമാണ്. അതിനാൽ ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചടികളിൽ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനോ നിങ്ങൾക്ക് സാധിക്കും. കഠിനാധ്വാനം ചെയ്യുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിന് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നേതൃപാഠവം ഉള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും എന്നാൽ അത് മറ്റുള്ളവർക്ക് പതിയെ മനസ്സിലാകുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക. പാചകവുമായി ബന്ധപ്പെട്ടും അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായ കാര്യങ്ങൾ കൂടുതൽ സന്തോഷം പകരുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. മറ്റുള്ളവരുടെ ചില ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതായി വരാം. എന്നാൽ മടിച്ചാണ് ആ ഉപദേശങ്ങൾ സ്വീകരിക്കുക എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. ഉപദേശം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണ് നൽകുക. ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത്. ഊഹ കച്ചവടത്തിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യം, കൈകളിൽ വന്നാലും പണം നിൽക്കാത്തതായ സാഹചര്യം, ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി എന്ന് വരാം. പുതിയ ചില കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ വിദ്യകൾ അഭ്യസിക്കുവാനുള്ള, പഠിക്കുവാനുള്ള അവസരങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. കൂടാതെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും സഹായം ആർജിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്.
ചില വ്യക്തികളെ പൂർണ്ണമായും വിശ്വസിച്ച് അവരുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. രണ്ടാമത്തെ നമ്പറായ 8888 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ പലവിധ തിരിച്ചടികൾക്കും സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടമാകുന്നതിന് സാഹചര്യമുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രതികൂലമായ ചില കാര്യങ്ങൾ, ഭാവിയിൽ ദോഷമാകുന്ന ചില കാര്യങ്ങൾ, എന്നാൽ ഇപ്പോൾ അനുകൂലമാണ് എന്ന് വിചാരിക്കുന്നതായ അത്തരം ചില കാര്യങ്ങൾ നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. തുടക്കത്തിൽ വിഷമിക്കും എങ്കിൽ പോലും അത് പിന്നീട് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കാം. കൂടാതെ ഈ സമയം വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയമാണ്. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പ്രതിഫലിക്കും എന്ന് തന്നെ പരാമർശിക്കാം. മാറ്റങ്ങൾ കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. അപ്രത്യക്ഷമായ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനോവിഷമങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. വിവാഹ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കടന്നു വരിക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. എടുത്തുചാട്ടം അല്പം കുറയ്ക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എടുത്തുചാട്ടം കുറച്ചില്ല എങ്കിൽ അത് നഷ്ടങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താന ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഭാഗ്യമുണ്ട് എങ്കിലും പലപ്പോഴും അത് തട്ടിത്തെറിച്ച് പോകുന്നതായ സാഹചര്യമുണ്ട്. അത് അബദ്ധവശാൽ ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ടുപോകാം. എന്നാൽ അത്തരം ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് വളരെ കാലത്തെ ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ചതായ ചില ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങളും കടന്നു വരും. വീട്, വസ്തു, അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വിൽപ്പന നടക്കുകയോ വാങ്ങുകയോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചില തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ധനനേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായി വരാം. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും മാറി മറിയുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പ്രതികൂലമാണ് എന്ന് വിചാരിക്കും, എന്നാൽ പിന്നീട് അത് കാര്യങ്ങൾ മാറി മറിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ കുടുംബത്തിന് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവഗണനകൾ നേരിട്ടു എന്ന് വരാം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സൽകീർത്തി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയപരമായ ഉയർച്ചകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുടക്കത്തിൽ തടസ്സങ്ങൾ നേരിടും എങ്കിൽ പോലും കഠിനാധ്വാനത്തിലൂടെയോ ശ്രമങ്ങളിലൂടെയോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായും കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ നിങ്ങൾ പാടുള്ളതല്ല. നിങ്ങളുടെ ശ്രദ്ധയും വേണം, അല്ലെങ്കിൽ ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കുക. കൂടാതെ ഏത് കാര്യത്തിനും കൃത്യനിഷ്ഠ പുലർത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.